ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ, ഈ കൊയിലാണ്ടിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണിപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ പ്രതികരിക്കാമാര്. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് പങ്കുണ്ടെന്നോ ഉള്ള നിലയിലല്ല ഇപ്പം ഞങ്ങൾ പറയുന്നത്. അത്തരം ഏതെങ്കിലും ഈ അക്രമിയുടെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും പ്രദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നില്ല എന്നാണ് ഞങ്ങൾ. അതെ, കൊയിലാണ്ടി ഇവിടെ അത് പ്രാദേശികമായി കൊയിലാണ്ടിയിൽ ഹർത്താൽ ഇവിടെ അറിയപ്പെടുന്ന ഒരു എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഇടപെടുന്ന ഒരു ഒന്നാം തരം പൊതുപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിൽ വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ കൊയിലാണ്ടിയിൽ നാളെ ഹർത്താൽ ആചരിക്കുന്നതിന് കൊയിലാണ്ടിയിലെ CPIMൻ്റെ നേതൃത്വം ആഹ്വാനം നൽകിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം അതുമായി സഹകരിക്കും. മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിച്ച് പറയാം. CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഈ ഒരു PV സത്യനാഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തിവരികയാണ്. ഇപ്പോഴും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്നത് സംബന്ധിച്ച് അദ്ദേഹവും ഒരു പ്രതികരണം നടത്തുന്നില്ല. പോലീസ് അന്വേഷണം നടത്തട്ടെ എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നൊരു വാർത്ത മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. പോലീസും കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോഴും ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ ഇത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ പുറത്തുണ്ടായ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നില്ല. നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ, CPM പ്രവർത്തകർ, പ്രത്യേകിച്ച് കൊയിലാണ്ടിയിലുള്ളവരൊക്കെ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അഭിജിത്ത്. തീർച്ചയായും അരുണ്യ, ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ എന്നൊരാരോപണം CPM ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നില്ല. ആ രീതിയിൽ ഏതെങ്കിലും സംശയമുള്ളതായും CPM നേതാക്കളോ പ്രവർത്തകരോ പറയുന്നില്ല. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വ്യക്തതയുണ്ടാകും എന്ന് കരുതുന്നു. ക്ഷേത്രമുത്സവത്തിനിടെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു. എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ അവ്യക്തമായി തുടരുകയും ചെയ്യുക. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അഭിലാഷ് എന്നാണ് അയാളുടെ പേര്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് അഭിലാഷ് എന്നാണ് അയാളുടെ പേര്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരും മണിക്കൂറുകളിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഈ ഒരു ഘട്ടത്തിൽ പോലീസോ അല്ലെങ്കിൽ CPM നേതൃത്വമോ ഒരു ആരോപണമായി ഉന്നയിക്കുന്നില്ല. എന്താണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പ്രദേശത്ത് തിറമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഗാനമേള, സ്വാഭാവികമായും ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി ഗാനമേളയ്ക്ക് നടത്താറുണ്ട്. ഈ ഗാനമേള നടക്കുന്നതിനിടയിലാണ് ഈ ഓഫീസ് പരിസരത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 4ഓളം കുത്തേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ കുത്തേറ്റതിനെ തുടർന്ന് രക്തം വാർന്നാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം കൂടി നിലവിൽ നമുക്കറിയാനായി സാധിക്കുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ശരീരത്തിൽ നിന്ന് വളരെയധികം രക്തം വാർന്നു പോയിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ മരണം ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സംഭവിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം PV സത്യനാഥ് എന്ന കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയുടെ മൃതദേഹം നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രാദേശിക നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനങ്ങൾ പറയുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. കൊയിലാണ്ടിയിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് CPIM. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കൊയിലാണ്ടി മേഖലയിൽ ഹർത്താലിന് CPIM ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. വളരെ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ സംഘർഷങ്ങളുടെ ഭാഗമാകാത്തൊരു വ്യക്തിയാണ്. അതിനാൽ തന്നെ എന്താണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കാനിടയായ കാരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.